അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തിബ്ബുൽ ഖുലൂബ് സഹായ സംഘം നിലമിൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പരിശുദ്ധമായ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറ അതിൻ്റെ 6ഉം 7ഉം ആയത്തുകളാണ് അവതരിപ്പിക്കുന്നത്. എല്ലാവരും അംഗങ്ങളാകണം, എല്ലാവരും ഇത് വായിക്കണം, പഠിക്കണം, കേൾക്കണം, പഠിക്കണം. അപ്പോൾ തുടങ്ങാം ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. നബിയെ, സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം നീ അവർക്ക് താക്കീത് നൽകിയാലും ഇല്ലെങ്കിൽ സമമാകും, അവർ വിശ്വസിക്കുന്നതേ അല്ല. ഇപ്പം നമ്മളെടുത്ത് ഒരാളെടുത്ത് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു അവൻ ഉൾക്കൊള്ളും. ഉപദേശം ചിലർക്കൊരു മടി പോലെ. അപ്പം അങ്ങനെ ഉള്ളവരെ പറ്റിയാണ് പറഞ്ഞത്. നമ്മൾ സത്യം പറഞ്ഞാലും അവരത് വിശ്വസിക്കും. എന്തു തന്നെ അവരടുത്ത് നമ്മൾ ഉത്ബോധിപ്പിച്ചാലും അവരത് മൈൻഡ് ചെയ്യാത്ത ഒരു വിഭാഗം ആൾക്കാർ, അവർ വിശ്വസിക്കുന്നതേ അല്ല. കാരണം എന്താണെന്ന് അറിയാം? അള്ളാഹു താഴോട്ട് പറയുക, ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഇഹിം വഅലാ അബ്സ്വാരിഹിം ഖിശാവത്തുൻ വലഹും അദാബുൻ അളീം. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളുടെ മേൽ അള്ളാഹു മുദ്ര ചെയ്തിരിക്കുകയാണ്. വഅലാ സംഇഹിം, നല്ലത് കേൾക്കുന്നതിനെ സംബന്ധിച്ച് അവരുടെ ചെവികളെ മൂടപ്പെട്ടിരിക്കുകയാണ്, അടപ്പിച്ചിരിക്കുകയാണ്. വഅലാ അബ്സ്വാരിഹിം, നല്ലത് കാണുന്നതിനെ പറ്റി അവരുടെ കണ്ണുകൾക്ക് മൂടിയിട്ട് കൊടുത്തിരിക്കുകയാണ്. ഖിശാവത്തും വലഹും അദാബുൻ അളീം, അവർക്കാകുന്നു കനത്ത ശിക്ഷയുള്ളത്. അപ്പം നല്ലത് കേൾക്കുന്നത്, ഇപ്പം എവിടെയെങ്കിലും ഒരു നല്ല ഒരു വാദ് സംഘടിപ്പിച്ചു, അത് കേൾക്കാൻ അവർ വരില്ല, അത് കേൾക്കും. അല്ലെങ്കിൽ യൂട്യൂബിൽ കൂടെ നല്ല ഒരു പരിശുദ്ധമായ ഖുർആനെ പറ്റി പറയും. പക്ഷെ അവരിങ്ങനെ വന്നിട്ട് അങ്ങടിച്ചു, കാരണം അതവർക്ക് കേൾക്കാൻ ഉള്ള മനസ്സ് ഇല്ല. അവർ ഭൗതികമായ ലോകത്തേക്ക് വീണു. അവരുടെ കാതുകളും അവരുടെ കണ്ണുകളും അവരുടെ ഹൃദയങ്ങളുമൊക്കെ നല്ല കാര്യങ്ങളിലേക്ക് നോക്കുന്നതിനെ പറ്റിയും ചിന്തിക്കുന്നതിനെ പറ്റിയുമൊക്കെ അള്ളാഹു മുദ്ര ചെയ്തിരിക്കും. ഇനി ആലാപന രീതി. സത്യം നിഷേധിച്ച് കളഞ്ഞോരാണ് അവരെ പെരുമാറ്റം പിഴച്ചതാണ്. അവർക്ക് ഒരിക്കലും നന്മയില്ല, അവരെ ഒരിക്കലും ദീനിലല്ല. നീയും കൊടുക്കുന്ന താക്കീതൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ തയ്യാറുമല്ല. സത്യനിഷേധത്തിൻ ഫലം കൊണ്ടാണേ അവരെ ഹൃദയങ്ങൾ സീലും വച്ചേ. കണ്ണും ചെവിയെല്ലാം മുദ്ര വച്ചു, മൂടിയതിന്മേലെ മറച്ചുന്നിട്ടു. വിജയം ഒരിക്കലും അവർക്കില്ലെന്നേ
കഠിനാദാബെന്നും അവർക്ക് തന്നെ. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ പഴഞ്ചനാണെന്നും മുസ്ലിയാക്കന്മാർ വായി തോന്നിയതാണ് പറയുന്നതെന്നും പരലോകം ഇല്ല എന്നും ഒക്കെ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാർ സത്യം മനസ്സിലാക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറഞ്ഞു അവർക്ക് തന്നെയാണ് കടുത്ത ശിക്ഷയുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഷെയർ ചെയ്യണം, അംഗങ്ങളാകണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം കാണാം.